എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ സ്വന്തം മാസിക ഗാർഡനിലേക്ക് സ്വാഗതം. പിന്നെ എങ്ങനെയുണ്ട് ന്യൂ ഇയർ ഒക്കെ തുടങ്ങിയിട്ട്, പുതിയ വർഷം തുടങ്ങിയിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതങ്ങനെ തന്നെയാണല്ലോ അല്ലേ? നമ്മുടെ ഈ ഫ്ലവറുകളൊക്കെ നമുക്ക് കുറച്ച് നാളുകളായി വിരിഞ്ഞിട്ട് അറിയാമല്ലോ. ഓർക്കിഡിൻ്റെ ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മാസം വരെയൊക്കെ നമ്മൾ വെള്ളമൊന്നും അതിൽ വീഴിക്കാതെ ശ്രദ്ധിച്ചാൽ ഒരു 3 മാസം വരെയൊക്കെ നിൽക്കും. അതാണ് നമ്മുടെ ഈ ഫ്ലവറിൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ്. അതാണ് എല്ലാവരും ഓർക്കിഡിൻ്റെ അതിലേക്ക് പോകാനുള്ള കാര്യം. ഇപ്പം നമുക്ക് എല്ലാവർക്കും പൂക്കളാവാൻ തുടങ്ങുന്നുണ്ട് അല്ലേ? നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്ന് തന്നെയാണ് വിശ്വാസം. ഇതിപ്പോൾ ചില വീഡിയോകളിലൊക്കെ ഞാൻ ഈ ഭാഗം കാണിക്കാറുള്ളൂ കേട്ടോ. അറിയാമല്ലോ നിങ്ങൾക്ക്, രണ്ട് സെക്ഷനായിപ്പോയി. പിന്നെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമുക്ക് ആലോവേര വെച്ച് തുടങ്ങാമെന്ന്. അപ്പം എൻ്റെ കൂടെ ആരൊക്കെ വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മളന്ന് നമ്മുടെ ആലോവേര വെച്ചത് ചുമ്മാ വെക്കുമായിരുന്നു, ഒരു ഫെർട്ടിലൈസർ ഒന്നും കൊടുത്തില്ല. ഇപ്പം അതിന് പുതിയ നാമ്പൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് നമ്മളതിന് ഫെർട്ടിലൈസർ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ അതിൻ്റെതാണ് കേട്ടോ. നമ്മൾ ചെടി മാത്രം വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ, അത് വളരണം, അതിൽ നിന്ന് വലിയ ഇല കിട്ടണം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളതിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. അപ്പം നമുക്കിന്ന് ആലോവേരയ്ക്ക് ഇച്ചിരി വളം കൊടുക്കാം. ഫസ്റ്റ് വളമാണ് കേട്ടോ. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ആലോവേര വെച്ചിട്ട് പുതിയ നാമ്പുകളൊക്കെ എടുത്തു തുടങ്ങി. അപ്പം അതിൻ്റെ വേരവിടെ ഓടി. അതാണ് അതിൻ്റെ ആ പുതിയ നാമ്പ് വന്നതിൻ്റെ ലക്ഷണം. അപ്പം നമ്മൾ ഇനി അതിന് വളം കൊടുക്കണം, എന്നാലേ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വരത്തുള്ളൂ. ആദ്യം നമ്മൾ ചെറുതായിട്ട് അതിൻ്റെ ആ ചോടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞായിരുന്നു നമുക്കൊരു ആലോവേര വെച്ച് തുടങ്ങാം, എല്ലാവരും വേണ്ടവരൊക്കെ എൻ്റെ കൂടെ ഒന്ന് വെക്ക്, നമുക്ക് ഒന്നിച്ച് വളർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പേര് വെച്ചിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. നമ്മൾ ഓർക്കിഡല്ല, ഏത് പ്ലാന്റ് വളർത്തിയാലും നമുക്ക് ഇത് ആലോവേര അത്യാവശ്യമാണ് കേട്ടോ. നല്ലൊരു ഫെർട്ടിലൈസറാണ് ആലോവേര, അതിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോഴത്തേക്ക് അതിൻ്റെ ചോടൊക്കെ ഇളക്കിയിട്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതുണ്ട്, ഉണങ്ങിയ ചാണകപ്പൊടിയാണ്. ചാണകം ഉണങ്ങിയതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഇതിൻ്റെ ചോടിലേക്ക് ഇട്ട് കൊടുക്കുക. കറക്റ്റ് ചോട്ടി വീഴരുത് കേട്ടോ. അതിൻ്റെ ഇച്ചിരി അകത്തി ഞാൻ ഇടുന്ന കണ്ടല്ലോ. എല്ലാവരുടെയും ഒരു പരാതിയുണ്ട്, ആലോവേര ഉണ്ടാകുന്നില്ല, വലിയ കാര്യമായിട്ട് വരുന്നില്ല എന്ന്. ഇപ്പം ആലോവേര കയ്യിലില്ലെങ്കിൽ ഇത് കാണുന്നവർ ഓർക്കും, അയ്യോ ഞങ്ങൾ വെച്ചില്ലല്ലോ എന്ന്. നമ്മുടെ ആ ആലോവേര വെക്കുന്ന വീഡിയോ കാണാത്തവർ ഓർക്കും. നിങ്ങളൊന്നും വിഷമിക്കേണ്ട. നിങ്ങളൊരു കടയിൽ നിന്ന് ഒരു ആലോവേര വാങ്ങിക്കുക, എന്നിട്ട് അതിൻ്റെ ആ ലീഫ് എടുത്ത് നിങ്ങൾ നിങ്ങളുടെ പ്ലാന്റിന് കൊടുത്തോളൂ. എന്നിട്ട് അതിൻ്റെ ചോടുഭാഗം ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് അത് പിടിച്ച് കിട്ടും കേട്ടോ. ഇതിപ്പോൾ നമ്മളത് ഇട്ടു, വളവിട്ടു, ഒന്ന് ഇളക്കി കൊടുത്തു. നമ്മൾ ചാണകപ്പൊടി ഇട്ടു, അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ മണ്ണിട്ട് ഒന്നുകൂടെ അത് മൂടി വെച്ചു. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പം വെള്ളവും ഒഴിച്ചു. ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. അപ്പം നിങ്ങളും എൻ്റെ കൂടെ അന്ന് ആലോവേര വെച്ചവർ നിങ്ങളും കൂടി ഒന്ന് ചെയ്യുക. എന്നിട്ട് നമുക്കിത് നോക്കാമെന്നല്ല, ഇത് നമ്മൾ നല്ല അടിപൊളിയാക്കി വളർത്തിയെടുക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്.